Hello guys, welcome to my channel. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ജാപ്പനീസ് സീരീസായ സുക്കിമിച്ചി മോളെ ഫാൻസി സീസൺ 2 എപ്പിസോഡ് 15 ആണ്. വീഡിയോ നല്ലൊരു മാക്സിമം ലൈക്ക് അടിക്കുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കുറേ സമയങ്ങളെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇടുക. ഹിലങ്കാന്റെ ഫാമിലി ഈ ഫെസ്റ്റിവലിനെ കൺട്രോൾ ചെയ്ത് ഹീറോയുടെ സ്റ്റുഡൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന രീതി വെച്ചേക്കുവാണ്. ഫസ്റ്റ് മാച്ച് തന്നെ ഡൈന യൂണിയൻ തമ്മിലായിരുന്നു. ആ മാച്ച് ഡൈന ജയിക്കുന്നു. അടുത്തായിട്ട് ജിന്നും കാസ്പറാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു മര്യാദയില്ലാതെ ഹീറോയുടെ സ്റ്റുഡൻസിനെ മാത്രം പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ സ്റ്റുഡൻസിന്റെ സേഫ്റ്റിനെ പറ്റി നോക്കുന്നുണ്ട് എന്ന് ഹീറോ ആലോചിക്കുന്നു. മരത്തിന്റെ സോൾ വേണം സ്റ്റുഡൻസ് യൂസ് ചെയ്യാൻ വേണ്ടി. സ്റ്റുഡൻസിന് എന്തെങ്കിലും പരിക്ക് പറ്റുവാണെങ്കിൽ അത് പുറലുള്ള ഡോളിലോട്ട് ട്രാൻസ്ഫർ ആവും. എത്ര വലിയ അറ്റാക്ക് ആണെങ്കിലും സ്റ്റുഡൻസിന് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന കാസ്പറിന്റെ ജിന്റെ ഫൈറ്റ് ആണ്. അവരുടെ ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ ബെസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ഫുൾ ഫോഴ്സ് ഫൈറ്റ് ചെയ്യുവാണ്. ആ സീസർ ചെറിയ ചെറിയ മൂവ്മെന്റ് ചെയ്യുന്നെങ്കിൽ അവൻ നല്ല രീതിക്ക് ഡോജ് ചെയ്യുന്നുണ്ട് എന്ന് ടോമി നോക്കുന്നു. എനിക്ക് തോന്നുന്നു ജിന്ന് ജയിക്കുമെന്ന് എന്ന് ഹീറോ പറയുന്നു. രണ്ടുപേരും നല്ല രീതിക്കാണ് ഫൈറ്റ് ചെയ്തത്, എന്നാലും ജയിക്കുന്ന ജിന്നാണ്. എന്നോട് ചോദിക്കുവാണെങ്കിൽ സീസർ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്ന ഞാൻ പറയത്തുള്ളൂ എന്ന് ടോമി പറയുന്നു. ഹീറോയുടെ സ്റ്റുഡൻസ് ഒഴികെ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ഫൈറ്റ് ഒക്കെ ഭയങ്കര ഷോക്കായിട്ടാണ് പോകുന്നത്. ഇതിനേക്ക് ഒരു ഫൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇവർക്കൊന്നും കഴിവില്ലെന്ന് തോന്നുന്നു എന്ന് മിയ പറയുന്നു. എന്നാൽ ഈ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇതിങ്ങനെ എൻജോയ് ചെയ്യുന്നതെന്തോ എന്ന് ഹീറോ ആലോചിക്കുന്നു. അടുത്തായിട്ട് മേജേഴ്സിന്റെ ഫൈറ്റ് സ്റ്റാർട്ട് ആവുന്നു. ഫസ്റ്റ് മാച്ച് തന്നെ ഷീഫു അബേലിയൻ തമ്മിലാണ്. ഷീഫുവിന്റെ ഫയർ അറ്റാക്ക് അബേലിനെ പുറകെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഷിഫു അബെല്ലിനെ എർത്ത് മാജിക് യൂസ് ലോക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ അബെല്ലിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ സറണ്ടർ ആവുന്നു. അവരെത്ര സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്താൽ ലാസ്റ്റ് അവർ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു. പിന്നെ കാണിക്കുന്ന കിങ്ങിന്റെ കൂടെ ആളുകൾ സംസാരിക്കുന്നതാണ്. ഈ ഷിഫു ആ റെംബ്രാഞ്ചിന്റെ മകളാണ്. ചിലപ്പോൾ ഇവള് കുറെ ആർട്ടിഫാക്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ചെറിയ പ്രായത്തിന് ഇത്ര പവർഫുൾ എന്ന് അവളുള്ളവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഹീറോസും ആർട്ടിഫാക്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും വീക്കാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ലില്ലി ചോദിക്കുന്നു. ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കഴിവ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും എന്ന് ലില്ലി പറയുന്നു. ലില്ലി പറഞ്ഞ കാര്യത്തെ കിങ് സപ്പോർട്ട് ചെയ്യുന്നു. വെറുതെ ഹീറോസിനെ പറ്റി തെറ്റായിട്ട് പറഞ്ഞ് കൺട്രീസ് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കരുത് എന്നാ കിങ് പറയുന്നു. എന്റെ അടുക്ക് ചോദിക്കുവാണെങ്കിൽ ആ പെണ്ണ് ശരിക്കും സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ ലൂട്ട് ആ പ്രശ്നം മാനേജ് ചെയ്യുന്നു. ഷീഫോളുടെ മാജിക് യൂസ് ചെയ്ത് വരുന്ന എല്ലാവരോടും നല്ല രീതിക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്. വരുന്ന എല്ലാവരും അവൾ പെട്ടെന്ന് തന്നെ തോപ്പിക്കുന്നു. അടുത്ത മാച്ച് ഡൈനും ജിന്നും തമ്മിലായിരുന്നു. ജിന്നിന്റെ അറ്റാക്കിന് മുമ്പ് ഡൈനക്ക് പിടിച്ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ആ മാച്ചിൽ ജിന്നാണ് ജയിക്കുന്നത്. ഞാൻ പ്രതീക്ഷയിൽ ഇവൻ നല്ല രീതിക്കാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. മേജ് കാറ്റഗറിയിൽ ഷീഫു ആണ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു സ്റ്റുഡന്റിനെ അവൾ അറ്റാക്ക് പോലും ചെയ്യാതെ ട്രാപ്പ് ആക്കുന്നു. എന്നാൽ റെഫറി ട്രാപ്പ് ആക്കി വെച്ച് ജയിക്കത്തില്ലെന്ന് പറയുന്നു. പെട്ടെന്ന് അവൾ ഫയർ യൂസ് ചെയ്ത് അവനെ കരിച്ചു കളയുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ജിന്നു വരുന്നു. നമ്മുടെ ടീച്ചർ കോസിനോ നമ്മുടെ മാച്ച് കണ്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ നെക്സ്റ്റ് മാച്ച് നമ്മളെ കൊണ്ട് വരുന്ന ബെസ്റ്റ് നമ്മൾ കൊടുക്കണം എന്ന് ജിന്നു പറയുന്നു. ഉറപ്പായിട്ടും എന്ന് ഷീഫുവും പറയുന്നു. അടുത്തായിട്ട് കോമ്പാക്ട് കാറ്റഗറിയിലെ ഫൈനൽ മാച്ചാണ്. അതും ജിന്നു ഹിലങ്കാടും. ഹിലങ്കാട് 6 പെട്ടോണാണ് വന്നേക്കുന്നത്. നീ എന്താണ് ഇതൊക്കെ ഇടണോ വന്നേക്കുന്നത്? ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ജിന്നു ചോദിക്കുന്നു. ഇവനെ മാത്രമാണ് 6 മാർക്ക് ഇട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചേക്കുന്നത്. അതുപോലെ ആ റെഫറി ഇവന്റെ ആളാണെന്ന് തോന്നുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. ഹിലങ്കാട് പെട്ടെന്ന് ജിന്നിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ ജിന്ന അവനിരുന്ന സോഡ് നിസ്സാരോടെ അടിച്ചേർപ്പിക്കുന്നു. ഹിലങ്കാട് പെട്ടെന്ന് ആ സോഡ് ഒടിപ്പ് എടുക്കുന്നു. എന്നിട്ട് പവർ ബൂസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ജിന്ന അവനെ പെട്ടെന്ന് തന്നെ അടിച്ചിടുന്നു. സോഡ് അടിച്ചത് ആയിരുന്ന രീതിയൊന്നും ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ റെഫറി ഹിലങ്കാനാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിന്നി ഇപ്പൊ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ജിന്നിന്റെ അടുത്ത് അവന് ഫൈറ്റ് പിടിച്ചിരിക്കാൻ പോലും പറ്റുന്നില്ല. മുമ്പുള്ള മാച്ചിലെല്ലാം ഒരു ഡോൾ ബ്രേക്ക് ആയി തന്നെ തോറ്റെന്ന് പറയും. എന്നാൽ റെഫറി ഹിലങ്കാന്റെ ആളായതുകൊണ്ട് ആ 3 ഡോളും ബ്രേക്ക് ആയതിനു ശേഷമാണ് ജിന്നി ജയിച്ചെന്ന് അനൗൺസ് ചെയ്യുന്നത്. ഇല്ല ഇത് ഒരിക്കലും നടക്കാൻ പാടില്ല. ഞാൻ ഉറപ്പായിട്ട് ആ ക്വസ്റ്റിനെ തോപ്പിക്കേണ്ടതാണ്. എല്ലാ റൂമിലും ഇങ്ങനെ നാളങ്ങാൻ പാടില്ല. അടുത്ത ടീം ബാറ്റിൽ ഞാൻ ആരാടുന്നവരെല്ലാം കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഹിലങ്കാട് ആ ഡ്രഗ് യൂസ് ചെയ്യുന്നു. അടുത്തായിട്ട് നടക്കുന്ന മേജ് ആൻഡ് കോമ്പാറ്റ് കാറ്റഗറിയിൽ ജയിച്ചവർ തമ്മിലുള്ള മാച്ചാണ്. ഉറപ്പായിട്ടും ഞാൻ ഷീഫു ആയിരിക്കും ജയിക്കാൻ പോണേ എന്ന് ടോമയും മേയും പറയുന്നു. അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റത്തില്ല. ജിന്നിന്റെ വല്ല സീക്രട്ട് അറ്റാക്കും കാണും. എനിക്കൊന്ന് അവൻ ജയിക്കുമെന്ന എന്ന് ഹീറോ പറയുന്നു. ഇപ്പൊ അവരുടെ മാച്ച് ചട്ടാവുന്നു. ജിന്നി പെട്ടെന്ന് തന്നെ ഷീഫുനെ അറ്റാക്ക് വേണ്ടി വരുന്നു. എന്നാൽ ഷീഫുവിന്റെ കാല് ലോക്കാക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് ഫയർ അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു ഒറ്റ അറ്റാക്ക് തന്നെ ജിന്നി നോക്കുന്നു. എന്തുവാടാ ജിന്നി, നീ എന്റെ മാനം കളഞ്ഞല്ലോ, നീ ഇങ്ങനെ നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ ഹീറോ ഷോക്കായിട്ട് ചെയ്യുന്നു. സോളോ പേഴ്സൺ ഫൈറ്റിൽ ഷീഫു ആണ് ജയിച്ച നമ്പർ അനൗൺസ് ചെയ്യുന്നു. എന്റെ സ്റ്റുഡൻസ് ഞാൻ പ്രതീക്ഷയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഹീറോ വരെ നോക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ റംറാനും കൂടെ സംസാരിക്കുന്നതാണ്. ഹീറോയ്ക്ക് വരുമ്പോൾ റംറാനാണ് മെർച്ചിങ്ങിലോട്ട് പോയത്. സോറി കോസിനോവാ, നീ തന്നെ നേരിട്ട് വരണമെന്ന് അവർ പറഞ്ഞത് എന്ന് റംറാൻ പറയുന്നു. അത് കുഴപ്പമില്ല, ഞാൻ തന്നെ നേരിട്ട് പൊക്കോളാം എന്ന് ഹീറോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ സ്റ്റുഡൻസിനാണ്. നമ്മുടെ ടീച്ചറൊന്നും വരത്തില്ല എന്ന് ജിന്ന അവരോടെല്ലാം പറയുന്നു. ഷീക്ക് വരുന്നുണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല എന്ന് അബല്യ പറയുന്നു. നിനക്ക് പ്രധാനം ഷീക്കാണല്ലോ എന്നും ബാക്കിയുള്ളവർ പറയുന്നു. എല്ലാ മെമ്പേഴ്സിന്റെ ലെവൽ കൂട്ടുമ്പോൾ ടോട്ടൽ 300 മേളിൽ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ടീമിൽ നിന്ന് ആർക്ക് ഫൈറ്റ് ചെയ്യാൻ പോകണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ആലോചിക്കുന്നു. അപ്പൊ മൊത്തം നമ്മുടെ ടീമിൽ നിന്ന് 3 പേർക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ എന്ന് അവർ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ സ്റ്റുഡൻസിന്റെ ഫൈറ്റ് ആണ്. അവരുടെ ഫൈറ്റ് ഇവിടെ ലില്ലിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊസിനോയുടെ ട്രെയിനിങ് കാരണം ഈ പിള്ളേർക്ക് ഇത്ര സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ആ കൊസിനോ വേറെ കണ്ടിട്ട് ആളുകളുടെ കയ്യിൽ പോകാൻ പാടില്ല. അവനെ എങ്ങനെയും എന്റെ വഴിക്ക് കൊണ്ടുവരണം എന്ന് ലില്ലി ആലോചിക്കുന്നു. ആ ടീം ബാറ്റിൽ ജയിക്കുന്ന ഹീറോയുടെ സ്റ്റുഡൻസ് ആണ്. ഈ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുത്ത ടീച്ചർ ആ കൊസിനോവല്ലേ, അവരെപ്പോഴത്തെ ആളാണ് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ എന്നാൽ ലീമിയുടെ കിങ് പറയുന്നു. പിന്നെ കാണിക്കുന്ന ആ മർച്ചെങ്കിൽ ലീഡറിനെയാണ്. നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ പറയണം എന്ന് അയാൾ പറയുന്നു. അതെന്തിനാ ഞാൻ പറയുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നു. നിന്റെ കമ്പനിയിലെ പ്രൊഡക്റ്റ് എല്ലാം ഭയങ്കര ചീപ്പായിട്ടാണ് നീ കൊടുക്കുന്നത്. അതുപോലെ അതെല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറെ അധികം മർച്ചൻസിന് അവരുടെ ബിസിനസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം നിന്റെ പേര് കംപ്ലൈന്റ് എന്നേക്കുവാണ്. അതുപോലെ നിന്നെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് നീ നിന്റെ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ നിന്റെ സാധനങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന പോലെ
പോലെ ഒറ്റ വില്ലേജിൽ ഒരു ഇന്റർവ്യൂ ഇല്ല എന്ന് അയാൾ ചോദിക്കുന്നു. അതെല്ലാം റെംബ്രാൻഡിന്റെ പേരിലാണ് ഞാൻ അയക്കുന്നത്, അതുകൊണ്ട് എന്റെ പേരിൽ ഒരു ഇന്റർവ്യൂ ഇല്ലാത്തത് എന്ന് പറഞ്ഞ് ഹീറോ മാനേജ് ചെയ്യാൻ നോക്കുന്നു. എന്താണെന്നാൽ ഹീറോ ഡയറക്റ്റ് ടെലിപ്പോർട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെമി പ്ലെയിനെ പറ്റി ആരും അറിയാനും പാടില്ല എന്ന് ഹീറോ ആലോചിക്കുന്നു. നീ കറക്റ്റ് ആൻസർ തരാത്തതുകൊണ്ട് നിനക്ക് ഡീമൻസുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കത്തുള്ളൂ. എന്നാൽ മറിച്ചെങ്കിലും ആൾ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾ നിങ്ങളോട് സഹകരിച്ചേനെ എന്ന് ഹീറോ പറയുന്നു. അതിന്റെ ഒരു ആവശ്യമില്ല, നിന്റെ പ്രൊഡക്ഷൻ മെത്തേഡ് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് എന്ന് അയാൾ പറയുന്നു. ഓ ശരി, നിങ്ങൾക്ക് കാശല്ലേ വേണ്ട, ഞാൻ തരാം എന്ന് ഹീറോ പറയുന്നു. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, നീ നിന്റെ പ്രൊഡക്ഷൻ മെത്തേഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്ന് അയാൾ പറയുന്നു. അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ഹീറോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശരി, നിന്റെ പ്രോഫിറ്റിൽ 95% മറിച്ചെങ്കിലും തന്നെ നീയല്ലേ പറഞ്ഞ കാശ് തരുമെന്ന് എന്ന് അയാൾ പറയുന്നു. ഇയാളുടെ സംസാരം കേട്ടിരിക്കുന്ന നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഒരു മനസാക്ഷി പോലും സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഇത് എന്ത് മറിച്ചെങ്കിലുണ്ട് എന്ന് പറഞ്ഞ ഹീറോക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നിനക്കൊരു മർച്ചന്റ് ആകാൻ ഒരു യോഗ്യതയില്ല കോസിനോവ. നീ എനിക്ക് കാശ് എന്നെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കി, അതുപോലെ നല്ല നല്ല പ്രോഡക്റ്റ് ഒക്കെ നീ ചീപ്പായിട്ട് കൊടുക്കുന്നു. നീ ശരിക്കും ഒരു മണ്ണൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെ നിനക്കൊരു മർച്ചന്റ് ആകാൻ ഒരു യോഗ്യതയില്ല എന്ന് അയാൾ പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന ഒരു ന്യായമല്ല എന്ന് ഹീറോ പറയുന്നു. നിന്റെ കടയിൽ മൊത്തം ഡെമി ഹ്യൂമൻസ് അല്ലേ ഉള്ളത്, നിനക്ക് അങ്ങനെയാണെങ്കിൽ അവരോട് ബിസിനസ് നടത്തിക്കോ. വെറുതെ തന്നെ ഹ്യൂമൻ കൺട്രി വന്ന് ബിസിനസ് നടത്തുന്നേ, അല്ലെങ്കിൽ നീ പോയി ഡീമൻസുമായിട്ട് ബിസിനസ് ചെയ്യ്. എന്താണ് നീ നോക്കി പഠിപ്പിക്കുന്നത്? നിന്റെ ഫോളോവേഴ്സ് എത്ര സ്ട്രോങ് ആണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. നീ എങ്ങനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നിനക്ക് ഡീമൻസോട് കണക്ഷൻ ഉണ്ട്, നീ ഒരു ദ്രോഹിയാന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്യും. പിന്നെ എന്താ നടക്കുന്നത് നിനക്ക് അറിയാലോ. നിന്റെ ലെവൽ അനുസരിച്ച് നടന്നില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ഇരിക്കും. ഇത് എന്റെ ഏരിയ, ഇവിടെ ഞാൻ പറയുന്ന പോലെ നടക്കത്തുള്ളൂ എന്നാൽ ഗില്ലിൽ ആള് പറയുന്നു. നിങ്ങൾ ചുമ്മാ വായിത്തോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക, എന്നോട് സൂക്ഷിച്ചോണം സംസാരിക്കുക എന്ന് ഹീറോ പറയുന്നു. ആ റെംബ്രാൻഡാണ് നിനക്ക് ആവശ്യമുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ചെയ്യുന്ന കാര്യം കൊണ്ട് അയാൾക്ക് നഷ്ടം ഉണ്ടാകുമ്പോഴെന്ന് നോക്കിയോ എന്ന് അയാൾ പറയുന്നു. ഞാൻ കാരണം ആ റെംബ്രാൻഡിന് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് ഹീറോ ആലോചിക്കുന്നു. ലാസ്റ്റ് ഹീറോയ്ക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ടെലിപ്പോർട്ട് ചെയ്താണ് ഗുഡ്സ് ഒക്കെ മാറ്റുന്നതെന്ന് ഹീറോ പറയുന്നു. എന്നാൽ ഡെമി പ്ലെയിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. പിന്നെ കാണിക്കുന്ന മീനയാണ്. മാസ്റ്റർ എനിക്ക് ഇപ്പൊ തന്നെ പോയി അവനെ കൊല്ലണം, അവന്റെ 2 കൈയും കാലും ഞാൻ വെട്ടിയെടുക്കും എന്ന് പറയാൻ മീൻ ടെൻഷൻ ആവുന്നു. ബിസിനസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ടോമി പറയുന്നു. എന്നാൽ യങ് മാസ്റ്റർ നല്ല മെഡിസിനൊക്കെ വില കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് വിചാരിച്ച് തെറ്റാണോ? ഇതൊന്നും ഒട്ടും ശരിയല്ല എന്ന് മിയ പറയുന്നു. അവർക്ക് ആവശ്യമുള്ളത് കാശ് മാത്രമാണ് മിയ, ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, കാശ് മാത്രമേ അവർ നോക്കത്തുള്ളൂ എന്ന് ടോമി പറയുന്നു. യങ് മാസ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ എന്ന് മിയ ചോദിക്കുന്നു. ഡീമൻസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വെതർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫോർസിലേക്ക് പോയി നമ്മൾ മിസ്റ്റേറ്റ് ഓപ്പൺ ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഡീമൻസുമായിട്ടും കോപ്പറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആ സ്ഥലം നമ്മുടെ കൺട്രോളോട് കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് ആ സ്ഥലം നമ്മുടെ ബേസ് ആയിട്ട് വെച്ച് നമുക്ക് ബിസിനസ് ചെയ്യാം എന്ന് ഹീറോ തീരുമാനിക്കുന്നു. ഫോർസിൽ എന്ന് പറഞ്ഞ കൊളോണി എന്ന് പറഞ്ഞ കൺട്രി ഹീറോയുടെ അച്ഛന്റെ അമ്മയുടെ സ്വന്തം നാടാണ്, അതുപോലെ തന്നെ അതിന്റെ സ്വന്തം നാടുമാണ്. ഡീമൻസ് ഒക്കെ അതിന് സഹകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്ന് ഹീറോ പറയുന്നു. ഈ ഒരു ഒറ്റ കാര്യം ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങൾ തീർന്നോളൂ എന്ന് ബാക്കിയുള്ളവർ പറയുന്നു. ഫൈനലി ആ 2 ഹീറോസിനെ ഞാൻ മീറ്റ് ചെയ്യേണ്ട സമയം വന്നിട്ടുണ്ട്, എന്താവോ എന്തോ എന്ന് ഹീറോ ആലോചിക്കുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഫോർസിൽ എന്ന് പറയുന്നത് ഹീറോയുടെ അച്ഛനും അമ്മയും ജനിച്ച സ്ഥലമാണ്. ആ സ്ഥലം ഇപ്പൊ ഡീമൻസിന്റെ കയ്യിലാണുള്ളത്. ആ സ്ഥലം തിരിച്ചു പിടിച്ച് ഹീറോയുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ബാക്കി 2 ഹീറോസും പോയെങ്കിൽ അവരെ തോറ്റാണ് തിരിച്ചു വന്നത്. അതുപോലെ റെംബ്രാൻഡിന് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഹീറോ മർച്ചെങ്കിലോട്ട് പ്രശ്നത്തൊന്നും പോകാത്തത്. ഇനി എന്തൊക്കെ നടക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.